പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് നന്ദനാരുടെ ഒരു കഥയാണ്. മിസ്റ്റർ കുൽക്കർണി എന്നാണ് കഥയുടെ പേര്. പട്ടാള കഥകൾ ധാരാളമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കഥാകൃത്താണ് നന്ദനാർ. കുട്ടികൾക്ക് വേണ്ടിയുള്ള കഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു പട്ടാളക്കാരൻ ലീവ് കഴിഞ്ഞ് മടങ്ങുന്നതിൻ്റെ ഇടയിൽ കണ്ടുമുട്ടുന്ന ഒരു യാത്രക്കിടയിൽ, ഒരു ട്രെയിൻ യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയാണ് കുൽക്കർണി എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവ സവിശേഷതകളെ നിരീക്ഷിക്കുന്ന ഒരു കഥയാണ് മിസ്റ്റർ കുൽക്കർണി. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. മിസ്റ്റർ കുൽക്കർണി, നന്ദനാർ. ബാംഗ്ലൂർ പൂന എക്സ്പ്രസ്സിൽ 2 സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു കമ്പാർട്ട്മെൻറ്റ് മുഴുക്കെ റിസർവ് ചെയ്തതായിരുന്നു. മറ്റേ കമ്പാർട്ട്മെൻറ്റിൽ 4 സീറ്റുകൾ മാത്രമേ റിസർവ് ചെയ്തിട്ടുള്ളൂ എന്ന് കമ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്ത് ഒട്ടിച്ചിരിക്കുന്ന റിസർവേഷൻ ലിസ്റ്റിൽ നിന്ന് മനസ്സിലായി. ഞാൻ ആശ്വാസപൂർവ്വം ഹോൾഡാളും എയർ ബാഗുമായി ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തേക്ക് കടന്നു. ഇല്ല, ഇതുവരെയായും കമ്പാർട്ട്മെൻറ്റിൽ ആരും വന്ന് ഇരിപ്പുറപ്പിച്ചിട്ടില്ല. നല്ല കാലം. ഹോൾഡാൾ അപ്പർ ബെർത്തിൽ നിവർത്തിയിട്ടു. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് കുറേ നേരം സുഖമായി കിടന്നുറങ്ങണം. കഴിഞ്ഞ രാത്രി കൺപോളകളൊന്നും അയക്കാനും കൂടി സാധിച്ചിട്ടില്ല. ട്രെയിനിൽ അത്രയധികം തിക്കും തിരക്കുമായിരുന്നു. ലൈറ്റിൻ്റെയും ഫാനിൻ്റെയും സ്വിച്ച് ഓൺ ചെയ്തു നോക്കി. ഭേഷ്, രണ്ടും വർക്കിംഗ് ഓർഡറിൽ തന്നെയാണ്. ലൈറ്റിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്ത് നല്ല സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിൻ്റെ കീഴിൽ വന്നു നിന്നു. ശരീരത്തിൽ ഒരു തരം ചൊറിച്ചിൽ തോന്നുന്നു. കാലാവസ്ഥ മാറിയതുകൊണ്ടാവാം. കുറേ നേരം കാറ്റ് കൊണ്ടപ്പോൾ ഉറക്കം വരുന്നത് പോലെ തോന്നി. എന്തു ക്ഷീണമാണ്! ചെറിയൊരു വാഷ് നടത്തിയാൽ ക്ഷീണം സ്വല്പമൊന്ന് കുറഞ്ഞേക്കാം. എയർ ബാഗിൽ നിന്ന് മഞ്ഞ ടർക്കി ടവലും സോപ്പും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. തലയും മുഖവും കഴുത്തും സോപ്പ് തേച്ച് കഴുകി ശരീരമാസകലം ടർക്കി ടവൽ നനച്ച് വൃത്തിയായി തുടച്ച് പുറത്തേക്ക് വന്നപ്പോഴേക്കും ഒരു നവോന്മേഷം തോന്നി. അലക്കിയ പാൻറ്റും നീല ഷർട്ടും ധരിച്ച് കമ്പാർട്ട്മെൻറ്റിൻ്റെ ജനാലയ്ക്കടുത്ത് വന്നിരുന്നു. വാച്ചിലേക്ക് നോക്കി. നേരം 10 മണിയാകുന്നു. വണ്ടി പുറപ്പെടാൻ ഇനിയും 1 മണിക്കൂറുണ്ട്. ഇന്നലെ ഈ നേരത്തെ ഞാൻ വീട്ടിലായിരുന്നു. ഇന്ന് ബാംഗ്ലൂരിലാണ്. നാളെ ഈ നേരത്ത് ഗോവയിലായിരിക്കും. മറ്റന്നാളും ഗോവയിൽ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുക. ഇനി എത്ര നാളുകളും മറ്റന്നാളുകളും കഴിഞ്ഞിട്ട് വേണം വീണ്ടും ഒരു ലീവ് കിട്ടുവാൻ. അല്ലെങ്കിൽ ഇനി ലീവിൽ പോകാൻ സാധിക്കുമെന്ന് തന്നെ എന്താണ് ഉറപ്പ്? 1962 ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയ എത്ര പട്ടാളക്കാർ ലഡാക്കിലും നീഫായിലും വെച്ച് മരിച്ചു. ഇനി അവരാരും ലീവിൽ വരികയില്ലെന്നത് പരമാർത്ഥമല്ലേ? 1962 ലീവ് കഴിഞ്ഞ് യാത്ര ചോദിച്ച് പടിയിറങ്ങുമ്പോൾ ഇത് അവസാനത്തെ പോക്കായിരിക്കുമെന്ന് അവരാരെങ്കിലും ഓർത്തിരിക്കുമോ? അപ്പോൾ ജീവിതമെന്ന് വെച്ചാൽ എന്താണ്? പൊട്ടിച്ച കടലാവണക്കിൻ തണ്ടിൻ്റെ മാറാല പോലെ ദൃശ്യമാകുന്ന കറയിലൂതുമ്പോൾ രൂപമെടുക്കുന്ന കുമിളകൾ പോലെയാണ് ജീവിതമെന്ന് തോന്നാറുണ്ട്. ആ കുമിളകളുടെ നൈമിഷികമായ രൂപം കൊള്ളാൻ ജീവിതത്തിൻ്റെ ക്ഷണികതയെയല്ല ഓർമ്മിപ്പിക്കുന്നത്. മഴക്കാലത്ത് ഇറവെള്ളത്തിൽ ക്ഷണനേരത്തിനുള്ളിൽ കുമിളകൾ രൂപമെടുക്കുന്നതും ഇല്ലാതാകുന്നതും നോക്കിക്കാണുമ്പോഴും ജീവിതം അതുപോലെയാണെന്ന് തോന്നാറുണ്ട്. മനസ്സ് വേദനിക്കുന്നത് കൊണ്ടാവാം ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള തത്വചിന്തകൾ തോന്നുന്നത്. എൻ്റെ കുഞ്ഞുലക്ഷ്മിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നാണ് മനസ്സ് നോവുന്നത്. എല്ലാ വേദനകളിലും വെച്ച് വലിയ വേദന വിരഹവേദനയാണോ? അവൾ ഇപ്പോൾ വീട്ടിൽ എന്തു കാണിക്കുകയായിരിക്കും? മുകളിലത്തെ ജനാലയിൽ കൂടെ ശൂന്യതയിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് നിൽക്കയാവാം. ഇനി രണ്ടും ഞാൻ ലീവിൽ വരാനുള്ള കാലദൈർഘ്യത്തെക്കുറിച്ചുള്ള ചിന്ത അവളുടെ ഹൃദയത്തിൽ വേദന നിറയ്ക്കുന്നുണ്ടാവും. ഇന്ന് ഈ നേരത്ത് 10,000 പട്ടാളക്കാർ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നുണ്ടാകും. 10,000 പട്ടാളക്കാർ മധുവിധു ആഘോഷിക്കുന്നുണ്ടാകും. ഓരോ പട്ടാളക്കാരനും അയാളുടെ ആനുവൽ ലീവ് മധുവിധു ആഘോഷങ്ങൾക്കുള്ളതാണെന്ന് മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ പട്ടാളക്കാരുടെ ദാമ്പത്യ ജീവിതത്തിന് എന്നും മധുവിധുവിൻ്റെ വർണ്ണപ്പൊലിമയും മധുരിമയുമുണ്ട്. മധുവിധുവും വിരഹവും വൈധവ്യവും അടങ്ങുന്ന പട്ടാളക്കാരുടെയും അവരുടെ ഭാര്യമാരുടെയും തെളിമയും മങ്ങലുമുള്ള നിരവധി ചിത്രങ്ങൾ ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്നു. വൈവിധ്യാത്മകമായ ചിത്രങ്ങൾ. രാത്രിയിൽ ഊണു കഴിച്ചിരുന്നില്ല. ഉച്ചയ്ക്കാണെങ്കിൽ പേരിന് മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. ലീവ് കഴിഞ്ഞു പോരുന്ന ദിവസം ഒരു പട്ടാളക്കാരനും ശരിക്കും ഉണ്ണാൻ സാധിക്കില്ല. ഞാൻ പോരുന്ന ദിവസമാണെന്ന് വെച്ച് കുഞ്ഞുലക്ഷ്മി ഊണിന് എനിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം ഉണ്ടാക്കിയിരുന്നു. കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയുടെയും സുഖകരമായ മണം പൊന്തുന്ന നാളികേരം അരച്ചു വെച്ച പരിപ്പ് മുളകുശ്യം ധാരാളം വെളിച്ചെണ്ണയിൽ ഉള്ളി ചേർത്ത് പുരട്ടിയെടുത്ത കൈപ്പയ്ക്ക ഉപ്പേരി, പുളിച്ച മോര്, ചുട്ട പപ്പടം, കടുമാങ്ങ, 3X റമ്മിൻ്റെ നിറത്തെ അനുസ്മരിപ്പിക്കുന്ന മുത്തങ്ങ ചുക്കുവെള്ളം എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അടുക്കളയിൽ പലകയിട്ട് ഉണ്ണാനിരുന്നു. വൃത്തിയായി കഴുകി തുടച്ച നാക്കില ഒരിക്കൽ കൂടി ഈറൻ തോർത്തുമുണ്ടുകൊണ്ട് തുടച്ച് കുഞ്ഞുലക്ഷ്മി ഇളം ചുവപ്പെഴുന്ന ആവി പൊങ്ങുന്ന ചെറിയരിച്ചോറും മറ്റു വിഭവങ്ങളും ഇലയിൽ വിളമ്പി തന്നു. ഞാൻ അവളുടെ തുടുത്ത കാലടികളിലും ചേന്ദമംഗലം മുണ്ടിൻ്റെ കറുത്ത കരയിലും നോക്കിയെങ്കിലും സാധാരണ തോന്നാറുള്ളത് പോലെ ഒരു മധുരാനുഭൂതി എനിക്ക് അനുഭവപ്പെട്ടില്ല. അല്പസമയത്തിനുള്ളിൽ ഞാൻ അവളിൽ നിന്ന് അകലുകയാണെന്ന ബോധം കൊണ്ടാവാം ക്ഷീണമാർന്ന കുഞ്ഞുലക്ഷ്മി അടുക്കളവാതിലിൽ ചാരി ഞാൻ ഉണ്ണുന്നത് നോക്കിക്കൊണ്ടു നിന്നു. ഇപ്പോൾ പൊട്ടും എന്ന ഭാവത്തിലാണ് അവൾ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നി. വല്ലതും ഒന്ന് ചോദിച്ചാൽ അവളിൽ നിന്ന് തേങ്ങലുകൾ ഉയരും. തീർച്ചയാണ്. വികാരം മുറ്റി നിൽക്കുന്ന നിമിഷങ്ങൾ എന്നു പറയുന്നത് ഇതുപോലെയുള്ള സന്ദർഭങ്ങളാകുമെന്ന് തോന്നി. ഞാൻ ഊണു കഴിച്ചു എന്ന് വരുത്തിക്കൂട്ടി. എഴുന്നേറ്റപ്പോൾ അവൾ ഇടറിയ സ്വരത്തിൽ ചോദിച്ചു, എന്തേ ഉണ്ണാത്ത്? ഞാൻ എന്തു സമാധാനം പറയാനാണ്? ഞാൻ ഒന്നും പറയാതെ കൈ കഴുകി ഉമ്മറത്തേക്ക് നടക്കുമ്പോൾ അവൾ പിന്നാലെ വന്ന് ചോദിച്ചു, അരിമാവിരിക്കുന്നുണ്ട്, 2 ദോശ ഉണ്ടാക്കി തരട്ടെ? വേണ്ട. അവളിൽ നിന്നു ശക്തിയായ ഒരു തേങ്ങൽ ഉയർന്നു. അതിനെ തുടർന്ന് കണ്ണുനീർത്തുള്ളികൾ ധാരയായി പ്രവഹിക്കാൻ തുടങ്ങി. ഞാൻ അവളെ എന്നിലേക്കു ചേർത്തു പിടിച്ചു. തോർത്തുമുണ്ടുകൊണ്ട് കണ്ണുനീർത്തുള്ളികൾ തുടച്ചു മാറ്റി. ഇന്നലെ ഈ നേരത്ത് നടന്ന സംഭവമാണത്. ഇതെല്ലാം ഓർക്കുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. ചിന്തകളെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കുന്നില്ല. ചിന്തകൾ കുഞ്ഞുലക്ഷ്മിയെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഞാൻ എഴുന്നേറ്റ് കമ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തേക്ക് വന്നു. കമ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തൊട്ടിച്ചിരുന്ന റിസർവേഷൻ ലിസ്റ്റിൽ നോക്കി ആരൊക്കെയാണ് 4 സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് കുൽക്കർണി. ഞാൻ അവരുടെ പേര് 1-2 പ്രാവശ്യം വായിച്ചു. മിസ്റ്റർ ആൻഡ് മിസ്സിസ് കുൽക്കർണിയും ഭാര്യയും 4 സീറ്റുകളും അവരുടെ പേരിലാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. ബാക്കി 2 പേർ അവരുടെ കുട്ടികളോ മറ്റു ബന്ധുമിത്രാദികളോ ആയിരിക്കണമെന്ന് ഞാൻ ഊഹിച്ചു. കുൽക്കർണി ദമ്പതികളുടെ രൂപം മനസ്സിൽ സങ്കല്പിച്ചു നോക്കി. അവർ നവദമ്പതികളായിരിക്കുമോ? ആവില്ല, അവർ വൃദ്ധ ദമ്പതികളായിരിക്കും. മിസ്റ്റർ കുൽക്കർണി ഒരു റിട്ടയേർഡ് സ്റ്റേഷൻ മാസ്റ്റർ ആയിരിക്കും. റിട്ടയേർഡ് സ്റ്റേഷൻ മാസ്റ്റർക്ക് കൊല്ലം തോറും അനുവദിച്ചിട്ടുള്ള ഫ്രീ പാസിൽ അയാൾ കുടുംബസഹിതം വല്ല പുണ്യസ്ഥലവും സന്ദർശിക്കാൻ പോകുകയായിരിക്കും. മിസ്റ്റർ കുൽക്കർണി വെള്ള ധോത്തിയും മുഴുക്കൈയുള്ള വെള്ള ഷർട്ടും കറുത്ത വട്ടത്തൊപ്പിയും ധരിച്ച് ഒരു മറാത്തി വൃദ്ധൻ്റെ രൂപം മനസ്സിൽ തെളിഞ്ഞു വന്നു. മിസ്സിസ് കുൽക്കർണി നിറം മങ്ങിയ ചുവന്ന സാരിയും റൗക്കയും കൈവിരലുകളിൽ വെള്ളിമോതിരങ്ങളും അണിഞ്ഞ ഇരുനിറത്തിൽ തടിച്ച ഒരു മറാത്തി സ്ത്രീയുടെ രൂപമാണ് മനസ്സിലുളവാക്കിയത്. അവരുടെ കൂടെ വരുന്ന മറ്റു 2 പേർ എങ്ങനെ ആയിരിക്കുമോ എന്തോ. ട്രെയിൻ പുറപ്പെടാനുള്ള ആദ്യത്തെ മണിയടിച്ചപ്പോൾ ഞാൻ വീണ്ടും കമ്പാർട്ട്മെൻറ്റിൽ ജനാലയ്ക്ക് അടുത്ത് വന്നിരുന്നു. എന്താണ് കുൽക്കർണി ദമ്പതികളെ കാണാത്തത്? അവർ വരാതിരിക്കുമോ? ഞാൻ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും 2 കുട്ടികളും വളരെ ധൃതിയിൽ കമ്പാർട്ട്മെൻറ്റിൽ വന്നു കയറി. അവരുടെ പുറകെ അവരുടെ ലഗേജുകൾ ചുമന്നുകൊണ്ട് ഒരു കൂലിയും. കൂലി ഒരു വലിയ പെട്ടിയും ബെഡിങ്ങും എനിക്കെതിരെയുള്ള അപ്പർ ബർത്തിൽ കൊണ്ടുവന്നു വെച്ചു. ചെറുപ്പക്കാരൻ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് കൊട്ടയും തോൽ സഞ്ചിയും അപ്പർ ബർത്തിലെ പെട്ടിക്ക് മുകളിൽ വെച്ചു. എന്നിട്ട് പാൻറ്റിൻ്റെ പിൻഭാഗത്തെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് തുറന്ന് അതിൽ നിന്ന് ഒരു 3 ഉറുപ്പിക എടുത്ത് കൂലിക്ക് കൊടുത്തു. കൂലിയുടെ മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു. 3 ഉറുപ്പിക കിട്ടുമെന്ന് അവൻ വിചാരിച്ചിരിക്കില്ല. ഈ ചെറുപ്പക്കാരൻ ധാരാളിയായ ഒരു പണക്കാരനാണെന്ന് എനിക്ക് തോന്നി. ഇനി ട്രെയിൻ പുറപ്പെടാൻ അധികം
താമസമില്ല. കുൽക്കർണി ദമ്പതികൾ ഇവർ തന്നെ ആയിരിക്കുമോ? ഇവരായിരിക്കുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സങ്കല്പത്തിൽ വൃദ്ധ ദമ്പതികളാണ്. ഇവർ വൃദ്ധ ദമ്പതികളല്ലല്ലോ. ചെറുപ്പക്കാരൻ ഒന്ന് മൂരി നിവർന്ന് ഒന്ന് രണ്ട് ചൂളമടിച്ച ശേഷം ഇത്രയും നേരം കുട്ടികളുടെ കൈകൾ പിടിച്ചു നിൽക്കുകയായിരുന്ന ചെറുപ്പക്കാരിയോട് പറഞ്ഞു, സിറ്റ് ഡൗൺ ഡാർലിംഗ്, പ്ലീസ് സിറ്റ് ഡൗൺ. ഇനി സംശയിക്കാനില്ല, ഇവർ ഭാര്യാഭർത്താക്കന്മാർ തന്നെയാണ്. ചെറുപ്പക്കാരി മന്ദമന്ദം നടന്ന് എനിക്കെതിരെയുള്ള ബർത്തിൽ വന്നിരുന്നു. കുട്ടികൾ രണ്ടും അവളുടെ ഇടതുഭാഗത്തും. വണ്ടി നീങ്ങി തുടങ്ങിയപ്പോൾ ചെറുപ്പക്കാരൻ എനിക്ക് ഹസ്തദാനം തന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ പേര് കുൽക്കർണി എന്നാണ്. എന്നിട്ട് വലത്തെ കൈ ഒന്ന് വട്ടത്തിൽ വീശിക്കൊണ്ട് തുടർന്നു, ഈ കാണുന്നവർ എൻ്റെ ഭാര്യയും കുട്ടികളുമാണ്. നിങ്ങളുടെ പേര്? ഞാൻ എൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. ഉദ്യോഗം? സർവീസിലാണ്. മനസ്സിലായില്ല. പട്ടാളത്തിലേ? ഞാൻ വിശദീകരിച്ചു കൊടുത്തു. ജോലിസ്ഥലം? ഗോവ. ഓ, ഐ സീ. അവിടെ വിദേശമദ്യം ഇപ്പോഴും കിട്ടാനുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് വെരി ബാഡ്. മിസ്റ്റർ കുൽക്കർണി അപ്പർ ബർത്തിൽ നിന്ന് തോൽസഞ്ചി എടുത്ത് തുറന്ന് എന്തോ പരതി നോക്കി തുടങ്ങി. കുൽക്കർണിയെ കണ്ടാൽ ഒരു അമേരിക്കൻ നീഗ്രോ ആണെന്നാണ് തോന്നുക. ഒരു 35 വയസ്സ് പ്രായമായിട്ടുണ്ടാകും. കഷ്ടിച്ച് 6 അടി പൊക്കം, വിരിഞ്ഞ മാറിടം, തവിട്ടു നിറം, നീഗ്രോകളെ പോലെ കറുത്തു ചുരുണ്ട കുറ്റി തലമുടി, വെണ്മയും ഉറപ്പുമുള്ള പല്ലുകൾ, ലേശം മലർന്നു തടിച്ച ചുണ്ടുകൾ. കാക്കി പാൻറ്റും ഷർട്ടും സ്പോഞ്ച് ചെരുപ്പുമാണ് ധരിച്ചിരിക്കുന്നത്. 10 സൈസിലുള്ള ഒമേഗ കലണ്ടർ വാച്ച് കൈമുട്ടിന് ലേശം താഴെ കെട്ടിയിരിക്കുന്നു. അയാളുടെ ഇംഗ്ലീഷ് സംസാരം യൂറോപ്യന്മാരുടേതുപോലെയാണ്. പക്ഷെ അയാൾ യൂറോപ്യന്മാരെ അനുകരിച്ച് സംസാരിക്കുകയാണെന്ന് ധരിക്കരുത്. മിസ്സിസ് കുൽക്കർണി സുന്ദരിയാണ്. ചെമ്പകപ്പൂവിൻ്റെ നിറം. കറുത്ത് സമൃദ്ധമായി വളരുന്ന തലമുടി കഴുത്തിന് താഴെ വെച്ച് മുറിച്ചിരിക്കുന്നു. തടിച്ച ദേഹപ്രകൃതമാണ്. ഇനിയും അധികം തടിക്കാതിരിപ്പാൻ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ക്രമീകൃതമായ ഒരാഹാര സമ്പ്രദായം അനുഷ്ഠിക്കുന്നുണ്ടാവണം. തൊടുത്തു മിനുത്ത ഇടത്തെ കൈത്തണ്ടയിൽ കുപ്പിവളകളും വലത്തെ കൈത്തണ്ടയിൽ സ്വർണ്ണ ചങ്ങലയുള്ള ചെറിയൊരു വാച്ചുമുണ്ട്. കാതിലും കഴുത്തിലും ആഭരണങ്ങളൊന്നുമില്ല. ചിരിക്കുമ്പോൾ അവൾക്ക് സൗന്ദര്യം വർദ്ധിക്കുന്നത് പോലെ തോന്നി. ഏതെങ്കിലും ടൂത്ത് പേസ്റ്റ് കമ്പനിക്കാർ ഇവളുടെ പുഞ്ചിരി അവരുടെ പരസ്യത്തിനായി ഉപയോഗിച്ചാൽ നന്നായിരിക്കും. അവളുടെ തുടുത്ത ചുണ്ടുകൾക്ക് തേൻ തുള്ളികൾ പുരട്ടിയ പോലെയുള്ള ഒരു നനവുണ്ട്. കാൽവിരലുകളിലെയും കൈവിരലുകളിലെയും നഖം ഭംഗിയായി മുറിക്കുന്നതിൽ അവൾ ശ്രദ്ധിച്ചിട്ടില്ല. ചില നഖങ്ങളിൽ ചെളി നിറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതുപോലെയുള്ള അശ്രദ്ധകൾ അവളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. മൂത്തതൊരു പെൺകുട്ടിയാണ്. അവൾക്ക് അച്ഛൻ്റെ തവിട്ടു നിറവും അമ്മയുടെ മുഖഛായയുമാണ്. 7 വയസ്സ് പ്രായമായിട്ടുണ്ടാകും. ഓമനത്തമുള്ള പ്രസരിപ്പുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ. അവളുടെ കഴുത്തിൻ്റെ പിൻഭാഗത്തിനു താഴെയും കൈവണ്ണകളിലും ഒരു തരം ചെമ്പിച്ച നനുത്ത രോമങ്ങളുണ്ട്. യൗവനം പ്രാപിക്കുന്നതോടെ ആ രോമങ്ങൾക്ക് മനോഹരമായ നീല നിറം വരുമെന്ന് എനിക്ക് തോന്നി. ആൺകുട്ടി ഒരു തണുപ്പൻ മട്ടുകാരനാണ്. അമ്മയുടെ മുറിച്ച മുറി. അവൻ ഇടയ്ക്കിടയ്ക്ക് ശാഠ്യം പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കുൽക്കർണി ഒരു ലക്കി സ്ട്രേറ്റ് സിഗരറ്റ് എടുത്തുകൊണ്ട് ചുണ്ടിൽ വെച്ച് കത്തിച്ച് പുക വിട്ടുകൊണ്ട് പറഞ്ഞു, സോറി, ഞാൻ മറന്നു. നിങ്ങൾ പുകവലിക്കുമല്ലോ? ഇല്ല, താങ്ക്സ്. പട്ടാളക്കാർ പുകവലിക്കില്ലെന്നോ? അത്ഭുതം തന്നെ. മുമ്പ് വലിച്ചിരുന്നു, ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. ദാ ഒന്ന് വലിച്ചു നോക്കൂ. ഇത് ഞാൻ മാനിലയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് ശരി. അപ്പോൾ കുൽക്കർണി മാനിലയിലും മറ്റും പോയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാവും അയാളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം ഒരു ഇന്ത്യക്കാരൻ്റേതല്ലാത്ത പ്രത്യേകത. കുൽക്കർണിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. കുൽക്കർണി ചുരുക്കം വാക്കുകളിൽ അയാളുടെ കഥ എന്നെ പറഞ്ഞു മനസ്സിലാക്കി. അയാൾ അച്ഛനമ്മമാർക്ക് ഒരൊറ്റ മകനാണ്. അച്ഛൻ്റെ പേര് വിനായക് കുൽക്കർണി എന്നാണ്. അച്ഛൻ ബിരുദം നേടിയ ശേഷം ഉദ്യോഗജീവിതം ആരംഭിച്ചത് ഘാനയിലാണ്. അമ്മ നാഗ്പൂർക്കാരിയാണ്. അച്ഛൻ കല്യാണം കഴിഞ്ഞ ഉടൻ അമ്മയെയും ഘാനയിലേക്ക് കൊണ്ടുപോയി. വിവാഹിതയായി 10 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് അമ്മ എന്നെ പ്രസവിച്ചത്. എന്നെ പ്രസവിച്ചതോടെ അച്ഛൻ ഘാനയിലെ ഉദ്യോഗം രാജിവെച്ച് മനിലയിൽ വേറൊരു ഉദ്യോഗം സ്വീകരിച്ചു. അതുകൊണ്ട് അയാളുടെ വിദ്യാഭ്യാസവും മറ്റും നടന്നത് മനിലയിലാണ്.
ഇപ്പോൾ അച്ഛനും അമ്മയും പൂനെയിൽ സുഖമായി താമസിക്കുന്നു. അയാൾ വലിയൊരു ബിസിനസ്സുകാരനായി മനിലയിൽ തന്നെ കഴിയുകയാണ്. അച്ഛനമ്മമാരെ കാണാൻ 1 മാസത്തെ ലീവിൽ ഇന്ത്യയിൽ വന്നിരിക്കുകയാണ്. ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ബാംഗ്ലൂരിൽ വന്നു മടങ്ങുകയാണ്. കുൽക്കർണി തൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകൾക്ക് കവിത എന്നാണ് പേര്. അവൾക്ക് എയർ ഹോസ്റ്റസ് ആകണമെന്നാണ്. അവൾ എന്നെ നോക്കി ചിരിച്ചു. ഞാൻ അവളെ അഭിനന്ദിച്ചു. മിടുക്കത്തി, നല്ലൊരു എയർ ഹോസ്റ്റസ് ആയി വരും. അമ്മയുടെ മടിയിൽ തലവെച്ചു കിടക്കുന്ന മകൻ്റെ കവിളിൽ ഒന്ന് നുള്ളിക്കൊണ്ട് കുൽക്കർണി പറഞ്ഞു, എൻ്റെ മകൻ അജിത്ത് എന്നാണ് ഇവന് പേര്. ഇവന് വലുതായാൽ ഡോക്ടറാകണമെന്നാണ് മോഹം. പക്ഷേ എനിക്ക് അവനെ ബുൾ ഫൈറ്ററായി കാണാനാണ് ആഗ്രഹം. കുൽക്കർണി പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് എടുത്ത് നിവർത്തി പിടിച്ച് ഒരു ബുൾ ഫൈറ്ററെ പോലെ 1-2 പ്രാവശ്യം ചാടുകയും ഒഴിഞ്ഞു മാറുകയും മറ്റും ചെയ്തു കാണിച്ചു. എന്നിട്ട് അയാൾ ഭാര്യയെ നോക്കി ചോദിച്ചു, ഹൗ ആം ഐ ഡാർലിംഗ്? ഫൈൻ ഫൈൻ, ഭാര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുൽക്കർണി കാക്കി ഷർട്ട് ഊരി അപ്പർ ബർത്തിൽ വെച്ചു. തൻ്റെ നഗ്നമായ മാറിടം ഭാര്യയ്ക്ക് വീരിച്ചു കാണിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു, ഹൗ ആം ഐ ഡാർലിംഗ്? ഫൈൻ ഫൈൻ. റിയലി? യെസ്. കുൽക്കർണി ബാത്റൂമിൽ പോയി തലയും മുഖവും കഴുകി വന്നു. എന്നിട്ട് അപ്പർ ബർത്തിൽ വെച്ചിരുന്ന കാക്കി ഷർട്ട് വീണ്ടും ധരിച്ചു. ഡാഡി, മൗത്ത് ഓർഗൻ? ഓ യെസ്. കുൽക്കർണി തോൽ സഞ്ചിയിൽ നിന്ന് മൗത്ത് ഓർഗൻ എടുത്ത് വായിക്കാൻ തുടങ്ങി. അയാൾ പാട്ടിൽ ലയിക്കുന്നത് പോലെ തോന്നി. മൗത്ത് ഓർഗന്റെ ശബ്ദത്തിനൊപ്പം അയാൾ കാലടികൾ ചലിപ്പിച്ചുകൊണ്ടിരുന്നു. വായന തീർന്ന് അയാൾ ചിറി ടവലുകൊണ്ട് തുടച്ച് ഭാര്യയോട് ചോദിച്ചു, ഹൗ ആം ഐ ഡാർലിംഗ്? ഫൈൻ ഫൈൻ. റിയലി സർ? യെസ്. കവിത പെട്ടെന്ന് എൻ്റെ മടിയിൽ കയറിയിരുന്നു. അപ്പോൾ മിസ്സിസ് കുൽക്കർണി പറഞ്ഞു, അങ്കിളിനെ ഉപദ്രവിക്കാതെ. സാരമില്ല. ഞാൻ അവളെ മടിയിൽ ശരിക്കിരുത്തി. ഞാൻ അവളുടെ കവിള് എൻ്റെ കവിളിനോട് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു, നിന്റെ പേരെന്താ? കവിത, അവൾ പറഞ്ഞു. കവിത എന്നത് നല്ല പേരാണ്. അവളുടെ അമ്മയുടെ പേര് ഭാവഗീതം എന്നായാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. നല്ലൊരു ഭാവഗീതം പോലെ മനോഹരിയാണ് അവൾ. അവളെ സോണറ്റ് എന്ന് വിളിച്ചാലോ? സോണറ്റ്. സോണറ്റ്, നല്ല സുന്ദരമായ പേര്. എനിക്കൊരു പെൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ സോണറ്റ് എന്ന പേരിട്ടാലോ? കുൽക്കർണി പെട്ടി തുറന്ന് ട്രാൻസിസ്റ്റർ പുറത്തേക്കെടുത്ത് ഒരു അമേരിക്കൻ സ്റ്റേഷൻ ട്യൂൺ ചെയ്തു. ഒരു ഇംഗ്ലീഷ് പാട്ടാണ്. എനിക്കതിൻ്റെ ട്യൂൺ ഇഷ്ടപ്പെട്ടില്ല. അർത്ഥം മനസ്സിലാകുന്നുമില്ല. കുൽക്കർണി ആ പാട്ടിൽ ലയിക്കുന്നത് പോലെ തോന്നി. അയാൾ ചില വരികൾ ഏറ്റുപാടിക്കൊണ്ട് പറഞ്ഞു, ഫ്രാങ്ക് സിനാത്രയാണ് പാടുന്നത്. ഇംഗ്ലീഷ് സംഗീതത്തെക്കുറിച്ച് അയാൾ എന്തൊക്കെയോ പറഞ്ഞു. എങ്കിലും എനിക്കൊന്നും മനസ്സിലായില്ല. കുൽക്കർണി കവിതയെ എൻ്റെ മടിയിൽ നിന്നെടുത്ത് അയാളുടെ മടിയിൽ വെച്ചു. അപ്പോൾ രഞ്ജിത്ത് ഓടി വന്ന് എൻ്റെ മടിയിൽ കയറി ഇരിപ്പുറപ്പിച്ചു. മിസ്സിസ് കുൽക്കർണി പരിഭവസ്വരത്തിൽ പറഞ്ഞു, അങ്കിളിനെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ? എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാനും ഒരച്ഛനാണ്. മിസ്സിസ് കുൽക്കർണി ചിരിച്ചു. തേൻ തുള്ളികളുടെ നനവെഴുന്ന ആ ചുണ്ടുകൾ എത്ര സുന്ദരമാണ്. വികാരവിവശമായ അവളുടെ ചുണ്ടുകളിൽ കുൽക്കർണി ചുംബിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിഴലിക്കുന്ന വികാരവും മാർവിടത്തിൻ്റെ തുടുപ്പും കൈകളുടെ ചലനവും ശ്വാസോച്ഛ്വാസ ഗതിയും എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ ഓർത്തുപോയി. വെയിലിന് ചൂട് കൂടി വരികയാണ്. മിസ്റ്റർ കുൽക്കർണി കമ്പാർട്ട്മെൻറ്റിൻ്റെ ഷട്ടർ താഴ്ത്തിയിട്ടു. ഷട്ടർ വീണ ശബ്ദം കേട്ടപ്പോൾ മിസ്സിസ് കുൽക്കർണി ശബ്ദിച്ചു പോയി, ഓ, നത്തിങ് റോങ് ഡാർലിംഗ്. ട്രാൻസിസ്റ്ററിൽ നിന്ന് പാട്ടുകൾ ഉയർന്നുകൊണ്ടിരുന്നു. മിസ്സിസ് കുൽക്കർണി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും പുറത്തേക്ക് ദൃഷ്ടികൾ അയച്ചു. മിസ്സിസ് കുൽക്കർണി എന്തോ ഓർത്തിട്ടെന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ഹൃദയത്തിൻ്റെ അഗാധ തലത്തിൽ നിന്ന് അനുഭൂതികളുടെ കുമിളകൾ ചുണ്ടുകളിൽ വന്നു തത്തിക്കളിക്കുകയാണ്. മിസ്സിസ് കുൽക്കർണി എല്ലാവിധത്തിലും സംതൃപ്തയാണ്. അഭ്യസ്തവിദ്യനും കരുത്തനും പണക്കാരനും വിലാസലോലനുമായ ഭർത്താവ്, ആരോഗ്യമുള്ള കുട്ടികൾ. ഇതിൽ കൂടുതൽ ഒരു സ്ത്രീക്ക് എന്തു വേണം? മിസ്റ്റർ കുൽക്കർണിയേക്കാൾ സുന്ദരനായ ഒരു പുരുഷനെ അവൾക്ക് ഭർത്താവായി കിട്ടിക്കൂടായികയില്ലായിരുന്നു. അതുകൊണ്ടെന്താ? പുരുഷന്മാർക്ക് സൗന്ദര്യമല്ലല്ലോ കാര്യം. പുരുഷന്മാർക്ക് വേണ്ടത് കരുത്തും ധീരതയുമാണ്. മിസ്സിസ് കുൽക്കർണിക്ക് കരുത്തും ധീരതയുമുള്ള ഒരു ഭർത്താവിനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ട്രെയിൻ ശബ്ദമയമായ ഒരു സ്റ്റേഷനിൽ വന്നു നിന്നു. കുൽക്കർണി ട്രാൻസിസ്റ്റർ ഓഫ് ചെയ്ത് അപ്പർ ബർത്തിൽ വെച്ചു.
അജിത്തിനെ എടുത്തുകൊണ്ട് കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. കവിത പറഞ്ഞു, ഡാഡി ഞാനുണ്ട്. കമോൺ. ഞാൻ കവിതയെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാൻ സഹായിച്ചു. പ്ലാറ്റ്ഫോമിലെ തിരക്കിൽ കുൽക്കർണിയും കുട്ടികളും അപ്രത്യക്ഷരായി. ഞാൻ റിഫ്രഷ്മെൻറ്റ് റൂമിൽ ചെന്ന് ഊണ് കഴിച്ചു വന്നു. കുൽക്കർണിയും കുട്ടികളും ഇനിയും പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്നിട്ടില്ല. സമയം 1:30 മണി കഴിഞ്ഞിരിക്കുന്നു. ഊണ് കഴിച്ചതുകൊണ്ടാവാം നന്ന ക്ഷീണം തോന്നുന്നു. ട്രെയിൻ നീങ്ങിയാൽ കുറച്ചു നേരം കിടന്നുറങ്ങണം. കുൽക്കർണിയും കുട്ടികളും കമ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു. അയാളുടെ കയ്യിൽ കുട്ടികൾക്കുള്ള 2 പുസ്തകങ്ങളും ഒരു ടിക്ബിറ്റ്സ് വാരികയും ഫിലിം ഫെയറും ഉണ്ടായിരുന്നു. ഫിലിം ഫെയർ അയാൾ ഭാര്യയുടെ മടിയിലേക്കിട്ടു. അവൾ സാഗൂതം ചിരിച്ചുകൊണ്ട് അത് കയ്യിലെടുത്ത് പേജുകൾ മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ എനിക്ക് അവളുടെ മുഖം കാണാൻ വയ്യ. മുഖത്തിന് അഭിമുഖമായി പിടിച്ചുകൊണ്ടാണ് അവൾ വായിക്കുന്നത്. തുടുത്തു നീണ്ട കൈവിരലുകൾ മാത്രം കാണാം. ഫാനിൻ്റെ കാറ്റ് അവളുടെ മടിയിൽ തട്ടുന്ന നേരത്ത് സാരിയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. കുൽക്കർണി വീണ്ടും ട്രാൻസിസ്റ്റർ ഓൺ ചെയ്തു. ഇപ്പോൾ ഇംഗ്ലീഷ് പാട്ടുകളല്ല, വേറെ ഏതോ ഭാഷയിലുള്ള പാട്ടാണ്. ഞാൻ ചോദിച്ചു, ഇത് ഏത് ഭാഷയാണ്? സ്പാനിഷ്. കുൽക്കർണി സ്പെയിനിലെ ബുൾ ഫൈറ്റിങ്ങിനെ കുറിച്ചും ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ സാഹിത്യ സൃഷ്ടികളെക്കുറിച്ചും സംസാരിച്ചു. എന്ന് മാത്രമോ, മറ്റെന്തു കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് സംസാരിച്ചതെന്നോ? ക്യൂബയിലെ കരിമ്പ് കൃഷി, സൗത്ത് പസഫിക്കിലെ കടലോര പ്രദേശങ്ങൾ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ വനസമ്പത്ത്, ജപ്പാനിലെ ഗെയ്ഷകൾ, ബാലിദ്വീപിലെ അർദ്ധനഗ്നകളായ സുന്ദരികൾ എന്നു വേണ്ട, ഈ ലോകത്തിൽ അയാൾക്ക് അറിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് സംശയമാണ്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം അയാൾ പോയിട്ടുമുണ്ട്. കുൽക്കർണി ശരവർഷം സംസാരിച്ചു കൊണ്ടിരുന്നു. വളരെ രസകരമായ ഒരു കാര്യം പറഞ്ഞു തീർന്നാലുടൻ അയാൾ ഭാര്യയോട് ചോദിക്കും, വാട്ട് ഡു യു സേ ഡാർലിംഗ്? ഭാര്യ പറയും, ഫൈൻ ഫൈൻ. റിയലി സർ? യെസ്. ഡാഡിയുടെ സംസാരം അവസാനിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ കവിത ഓർമ്മിപ്പിച്ചു, ഡാഡി വിശക്കുന്നു, ലഞ്ച്. ഓ യെസ്. കുൽക്കർണി പ്ലാസ്റ്റിക് കൊട്ടയിൽ നിന്ന് ഒരു വലിയ ടിഫിൻ കാരിയർ പുറത്തേക്ക് എടുത്തു. ടിഫിൻ കാരിയർ തുറന്ന് അതിലെ തട്ടുകൾ സീറ്റിൽ നിരത്തി വെച്ചു. കവിതയും അജിത്തും ഔത്സുക്യത്തോടെ ഡാഡിയുടെ പ്രവൃത്തികൾ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിന്നു. മിസ്സിസ് കുൽക്കർണി ഫിലിം ഫെയർ വായന നിർത്തി എഴുന്നേറ്റ് ഒന്ന് മൂരി നിവർന്ന് കോട്ടുവായിട്ടു. അപ്പോൾ അവളുടെ തുടുത്തു നഗ്നമായ വാഴക്കൂമ്പ് പോലെ മിനുസമുള്ള വയറ് തെളിഞ്ഞു കണ്ടു. വയറ് കുറച്ചധികമാണ്. നിത്യവും നേരിയ തോതിൽ അബ്ഡോമിനൽ എക്സസൈസ് ചെയ്താൽ വയറ് ചുരുങ്ങി കിട്ടുമെന്ന് എനിക്ക് തോന്നി. ടർക്കി ടവലും സോപ്പുമായി അവൾ ബാത്റൂമിലേക്ക് പോയി. നടക്കുമ്പോൾ അവളുടെ കാലടികൾ സ്പോഞ്ച് ചെരുപ്പിനകത്ത് കിടന്ന് കൂടുതൽ ശോണാഭമാകുന്നത് ഞാൻ ശ്രദ്ധിക്കാതിരുന്നില്ല. മിസ്റ്റർ കുൽക്കർണി ഓരോ സാൻഡ്വിച്ച് എടുത്ത് കുട്ടികൾക്ക് കൊടുത്തു. ഒരെണ്ണമെടുത്ത് എൻ്റെ നേരെയും നീട്ടി. ഞാൻ നന്ദിപൂർവ്വം പറഞ്ഞു, ഞാനിതാ ഇപ്പോൾ ഊണ് കഴിച്ചതേ ഉള്ളൂ, താങ്ക്സ്. അത് പറ്റില്ല, ഒന്ന് രുചിച്ചു നോക്കൂ. താങ്ക്സ്, വയ്യ. ഇതിൽ ഹോട്ട് ഡോഗ് ഒന്നുമില്ല, വെറും ഓംലെറ്റാണ്. പ്ലീസ് യു ക്യാരി ഓൺ. റൈറ്റ്. മിസ്സിസ് കുൽക്കർണി ബാത്റൂമിൽ നിന്നും വന്നു. സാൻഡ്വിച്ച് കടിച്ചു തിന്നുകൊണ്ട് കുൽക്കർണി പറഞ്ഞു, എൻ്റെ മിസ്സിസ് തനി സസ്യബുക്കാണ്. മിസ്സിസ് കുൽക്കർണി 3-4 പൂരിയും ഉരുളക്കിഴങ്ങും സബ്ജിയും ചെറിയൊരു പ്ലാസ്റ്റിക് പ്ലേറ്റിൽ എടുത്തു വെച്ച് തിന്നാൻ തുടങ്ങിയപ്പോൾ മിസ്റ്റർ കുൽക്കർണി പറഞ്ഞു, ഹോട്ട് ഡോഗും തവളക്കാലും ബീഫും ഇഷ്ടപ്പെടുന്ന എനിക്ക് കിട്ടിയിരിക്കുന്ന ഭാര്യ ഒരു തനി പണ്ഡിറ്റ് ടൈപ്പാണ്. മനിലയിൽ ഞങ്ങളുടെ വെപ്പുകാരൻ ഒരു ചൈനക്കാരനാണ്. പക്ഷേ പച്ചക്കറികൾ ഉണ്ടാക്കാൻ എൻ്റെ മിസ്സിസ് തന്നെയാണ് മിടുക്കി. എന്തായാലും ഞാൻ എൻ്റെ കുട്ടികളെ ഹോട്ട് ഡോഗും ബീഫും എല്ലാം കൊടുത്തു ശീലിപ്പിച്ചു കഴിഞ്ഞു. മിസ്സിസ് കുൽക്കർണി സ്നേഹത്തോടെ ഭർത്താവിനെ നോക്കി. പൂരിയും സബ്ജിയും തിന്നുകൊണ്ടിരുന്നു. കുട്ടികളാവട്ടെ അവർക്ക് കൊടുത്ത സാൻഡ്വിച്ച് തിന്നു തീർന്ന ശേഷം രണ്ടാമത് ഒന്ന് ആവശ്യപ്പെടാൻ തുടങ്ങി. കുൽക്കർണി അവർക്ക് ഓരോ സാൻഡ്വിച്ചും കൂടി കൊടുത്തു. മിസ്റ്റർ കുൽക്കർണി 3 സാൻഡ്വിച്ചുകൾ കൂടി തിന്നു. അയാൾ നല്ലൊരു തീറ്റപ്രിയനാണെന്ന് തോന്നി. 8 മുട്ടയുടെ ഓംലെറ്റ് ഇതിനകം അയാൾ തിന്നിരിക്കണം. ആരോഗ്യവാനായ അയാൾക്ക് അതൊന്നും വലിയ കാര്യമാവില്ല. അവർ ലഞ്ച് കഴിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പർ ബർത്തിൽ കുറച്ചു നേരം സുഖമായി കിടന്നുറങ്ങണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കുൽക്കർണിയുടെ സംസാരത്തിൽ ഞാൻ ആ കാര്യം മറന്നുപോയി. എന്തൊരു മാസ്മര ശക്തിയാണ് കുൽക്കർണിയുടെ സംസാരത്തിന്.
ലഞ്ച് കഴിച്ച ശേഷം അയാൾ ഓരോ ആപ്പിൾ പഴം വീതം ഭാര്യയ്ക്കും കുട്ടികൾക്കും കൊടുത്തു. ഒന്ന് എനിക്കും തന്നു. അത് സ്വീകരിക്കാതിരിക്കുന്നത് ഭംഗിയല്ലെന്ന് എനിക്ക് തോന്നി. കുൽക്കർണി ഒരാപ്പിൾ പഴം കടിച്ചു തിന്നുകൊണ്ട് പറഞ്ഞു. ലഞ്ചിന് റെഡ് വൈനോ ബിയറോ ഉണ്ടായാലേ എനിക്ക് തൃപ്തിയാവൂ. ഇന്ത്യയിൽ അതൊക്കെ കിട്ടാൻ പ്രയാസമാണ്. ഇവിടെ വന്നിട്ട് 1 മാസം കഴിഞ്ഞു. ഈ 1 മാസത്തിനുള്ളിൽ രുചികരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ കഴിക്കാൻ ഒത്തിട്ടില്ല. ദേഹമെല്ലാം വേദനിക്കുന്നു. ഒരു സ്റ്റീം ബാത്ത് നടത്തിയിട്ട് 1.5 മാസത്തോളമാകുന്നു. നമ്മൾ ഇന്ത്യക്കാർക്ക് സുഖിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ഇടയിൽ കയറി പറഞ്ഞു. ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമാണ്. ഇവിടുത്തെ പണക്കാർക്കും സുഖിക്കാൻ അറിഞ്ഞുകൂടാ. ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തിൽ സദാചാരനിഷ്ഠയ്ക്കാണ് പ്രാധാന്യം. സദാചാരനിഷ്ഠയുള്ള ഒരു മനുഷ്യന് മറ്റെന്ത് ന്യൂനതകളുണ്ടായാലും അതൊക്കെ പൊറുക്കാവുന്നതാണെന്നാണ് വെപ്പ്, അല്ലേ? കുൽക്കർണി ഒന്ന് നിർത്തി എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഒരഭിപ്രായവും പറയാതിരിക്കുന്നത് കണ്ടപ്പോൾ കുൽക്കർണി തുടർന്നു. സമുദായത്തിൽ കള്ളന്മാർ, ചതിയന്മാർ, വ്യഭിചാരിണികൾ ഇങ്ങനെയെല്ലാം ഉള്ളവരുണ്ടല്ലോ. ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തിൽ കളവും ചതിയും ഒരു വ്യക്തിയുടെ സാമർഥ്യവും വ്യഭിചാരം അധപതനവുമായാണ് കണക്കാക്കുന്നതെന്ന് ഞാൻ സംശയിക്കുന്നു. ശരിയാണോ? ഞാൻ പറഞ്ഞു. കളവും ചതിയും വ്യഭിചാരവും ചീത്ത ഗുണങ്ങളാണ്. കളവും ചതിയും പോലെ അത്ര തന്നെ മനുഷ്യോചിതമല്ലാത്ത ഒന്നാണ് വ്യഭിചാരമെന്ന് പാശ്ചാത്യർ വിശ്വസിക്കുന്നില്ല, കുൽക്കർണി പറഞ്ഞു. ഡാർലിംഗ്, മിസ്സിസ് കുൽക്കർണി ഭർത്താവിനെ വിളിച്ചു. കുട്ടികൾക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ അവരുടെ കണ്ണുകൾ അടയുന്നത്? ഐ സി. കുൽക്കർണി ടവലെടുത്ത് ബർത്ത് വൃത്തിയാക്കി തുടച്ചു. ബെഡ് ഹോൾഡറിൽ നിന്ന് നീല വരകളുള്ള 2 ചെറിയ എയർ പില്ലോകൾ എടുത്ത് ഊതി വീർപ്പിച്ച് ശരിപ്പെടുത്തി. ലോവർ ബർത്തിൽ വലിയൊരു ടർക്കി ടവൽ വിരിച്ച് കവിതയെയും അജിത്തിനെയും കിടത്തി. അവരുടെ തലയ്ക്കു കീഴെ ഊതി വീർപ്പിച്ച എയർ പില്ലോകൾ വെച്ചുകൊടുത്തു. എന്നിട്ട് അയാൾ ഞാൻ ഇരിക്കുന്ന ബർത്തിൽ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഇതുവരെ അയാൾ ഇരുന്നിരുന്നത് എനിക്കെതിരെയുള്ള ബർത്തിലായിരുന്നു. പോക്കറ്റിൽ നിന്ന് ഒരു കുത്തം സിഗരറ്റ് പാക്കറ്റ് പുറത്തെടുത്ത് തുറന്ന് അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കത്തിച്ചു പുകവിട്ടുകൊണ്ട് അയാൾ സംസാരം തുടർന്നു. ഇത് ഫ്രഞ്ചുകാർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിഗരറ്റാണ്. മനിലയിൽ നിന്ന് വരുന്ന വഴി ഒരു ദിവസം സൈഗോണിൽ തങ്ങുകയുണ്ടായി. അവിടെ നിന്ന് വാങ്ങിയതാണ്. ഒരെണ്ണം വലിച്ചു നോക്കണോ? ശരി, ഒരു സിഗരറ്റ് വലിച്ചു കളയാം. ഞാനൊരു സിഗരറ്റ് എടുത്ത് വലിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഈ സിഗരറ്റ് മുമ്പ് വലിച്ചിട്ടുണ്ട്. എവിടെ നിന്ന്? നിങ്ങൾ വിദേശത്ത് വല്ലയിടത്തും പോയിട്ടുണ്ടോ? അയാൾ ജിജ്ഞാസയോടെ ചോദിച്ചു. ഉവ്, ഞാൻ ഇന്തോ ചൈനയിൽ പോയിട്ടുണ്ട്. അത് ഓ, അവിടെ എവിടെയെല്ലാം പോയിട്ടുണ്ട്? ഹാനോയ്, സൈഗോൺ, നോംപെൻ, വിയൻഡോൺ, അങ്ങനെ പല സ്ഥലത്തും പോയിട്ടുണ്ട്. വിയറ്റ്നാം പെണ്ണുങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം? അയാൾ നിസ്സങ്കോചം എന്നോട് ചോദിച്ചു. ചോദ്യം അയാളുടെ ഭാര്യ കേൾക്കുന്നുണ്ടെന്ന ഭാവം തന്നെ ഇല്ല. സാമൂഹ്യ ജീവിതത്തിൽ സദാചാരത്തിന് അത്ര വലിയ സ്ഥാനമൊന്നും ആവശ്യമില്ലെന്ന് കരുതുന്ന അയാൾക്ക് ഈ വക കാര്യങ്ങൾ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ചോദിക്കാൻ മടിയുണ്ടായില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് നിശബ്ദത പാലിച്ചു. സുന്ദരിയായ ഒരു പെണ്ണിൻ്റെ മുമ്പിൽ വെച്ച് മറ്റു പെണ്ണുങ്ങളെക്കുറിച്ച് എനിക്കുള്ള അഭിപ്രായം പറയുന്നത് ഭംഗിയല്ലെന്ന് എനിക്ക് തോന്നി. വിയറ്റ്നാം പെണ്ണുങ്ങളെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു. ശാലീനകളായ വിയറ്റ്നാം പെണ്ണുങ്ങൾ സ്ത്രീ സൗന്ദര്യത്തെക്കുറിച്ച് എനിക്കുള്ള ധാരണകളുടെ ഉദാഹരണങ്ങളാണ്. പക്ഷേ മിസ്സിസ് കുൽക്കർണിയുടെ മുന്നിൽ വെച്ച് എൻ്റെ അഭിപ്രായം വെളിപ്പെടുത്തുന്നതിൽ സങ്കോചം തോന്നി. മിസ്റ്റർ കുൽക്കർണി എൻ്റെ ഹൃദയവ്യാപാരം മനസ്സിലാക്കിയിരിക്കണം, അയാൾ പറഞ്ഞു. വിയറ്റ്നാം പെണ്ണുങ്ങളെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു. അവരുടെ ഇടുങ്ങിയ അരക്കെട്ടും ചെറുനാരങ്ങയുടെ നിറവും ചെറിയ കണ്ണുകളും പതിഞ്ഞ മൂക്കും ഞാൻ ഇഷ്ടപ്പെടുന്നു. കുൽക്കർണി ഭാര്യയുടെ മുഖത്ത് നോക്കി. ഭാര്യയുടെ മുഖത്ത് ഒരു വല്ലായ്മ നിഴലിക്കുന്നുണ്ടോ? കുൽക്കർണി വീണ്ടും വിയറ്റ്നാമിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. വിയറ്റ്നാം 2ആയി ഭാഗിക്കുന്നതിന് മുമ്പ് ബൗദായുടെ ഭരണകാലത്ത് കുറച്ചു ദിവസം അയാൾ ഹാനോയിലെ മെട്രോപോളോ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്. അന്ന് അവിടെ അയാളുടെ പരിചാരികയായി ജോലി ചെയ്തിരുന്ന ഒരു വിയറ്റ്നാം പെണ്ണുമായി അയാൾക്കുണ്ടായ ബന്ധം താഴ്ന്ന സ്വരത്തിൽ എന്നെ പറഞ്ഞു മനസ്സിലാക്കി. എന്ന് മാത്രമല്ല, ക്യാപ്പസ്റ്റൻജാക്കിലെ കടൽക്കരയിൽ വെച്ച് പെട്ടെന്ന് പരിചയപ്പെട്ട ഒരു ഫ്രഞ്ച് സുന്ദരിയുമൊത്ത് അയാൾ ഒരു രാത്രി കഴിച്ചുകൂട്ടിയ കഥയും എന്നെ പറഞ്ഞു മനസ്സിലാക്കി. അന്ന് അയാൾ ഷാമ്പെയിനും കൊണിയാക്കും കാണക്കറ്റ് കുടിച്ചു ഛർദ്ദിച്ചു അത്രേ.
ഒന്നും ഒളിച്ചു വയ്ക്കാതെ വെട്ടി തുറന്നുകൊണ്ടുള്ള അയാളുടെ സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടു. അയാളുടെ ഹൃദയം പളുങ്കു പോലെ സ്വച്ഛ നിർമ്മലമാണെന്ന് തോന്നി. അതിശയോക്തി കലർത്തി പറയുന്ന സ്വഭാവം അയാൾക്കില്ല. നിഷ്കളങ്കനായ ഒരു കുട്ടി താൻ കണ്ട ഒരു കാഴ്ച അതേപടി മറ്റൊരാളോട് പറയുമ്പോൾ ഉളവാകുന്ന ഒരു പ്രതീതിയാണ് അയാളുടെ സംസാരത്തിനുള്ളത്. ഞാൻ കുറച്ച് ഇമ്മോറലാണെന്ന് തോന്നുന്നുണ്ടോ? കുൽക്കർണി ചോദിച്ചു. അതിൻ്റെ ഉത്തരവും താൻ തന്നെ പറഞ്ഞേക്കുമെന്നതുപോലെ കുൽക്കർണി തന്നെ തുടർന്നു. ആരുടെ ജീവിതത്തിലാണ് ഞാൻ പറഞ്ഞതുപോലെയുള്ള സംഭവങ്ങൾ ഒന്നും ഉണ്ടാകാതിരിക്കുക? പക്ഷെ ആരും ഞാൻ പറയുന്നത് പോലെ തുറന്നു പറയുകയില്ലെന്നേയുള്ളൂ. കേട്ടോ മിസ്റ്റർ, മനുഷ്യർക്ക് വായുവും വെള്ളവും പോലെ അത്ര തന്നെ ആവശ്യമുള്ള മറ്റൊന്നാണ് ലൈംഗിക സംതൃപ്തി. ഇന്ത്യൻ പട്ടാളത്തിൽ ലൈംഗിക സംതൃപ്തിക്ക് വല്ല ഔദ്യോഗിക സ്ഥാനവും ഉണ്ടോ? ഇല്ല. നിങ്ങൾ ഇന്തോ ചൈനയിൽ പോയിരുന്നു എന്നല്ലേ പറയുന്നത്? അവിടെ BMC ഉണ്ടായിരുന്നില്ലേ? ശരിയാണ്. ഇന്തോ ചൈനയിലെ പട്ടാളത്താവളങ്ങൾക്കടുത്തെല്ലാം പട്ടാളക്കാർക്ക് ലൈംഗിക സംതൃപ്തി വരുത്താനായി BMCകൾ ഉണ്ടായിരുന്നു. അവിടെ പോകുമ്പോൾ ഉഷ്ണരോഗം പിടിപെടുമെന്ന ആശങ്ക വേണ്ട. BMCയിലെ പെണ്ണുങ്ങൾക്ക് ഉഷ്ണരോഗം ഉണ്ടായിരിക്കുകയില്ല. BMCയിൽ ചെന്ന ഉടൻ ഒരാഫ്രിക്കൻ ഡോക്ടർ ചെറിയ തോതിലൊരു മെഡിക്കൽ ഇൻസ്പെക്ഷൻ നടത്തുന്നു. കൃത്രിമ ഉപകരണങ്ങൾ തരുന്നു. അതിനുശേഷം അടുത്തുള്ള കൗണ്ടറിൽ 40 പ്യാസ്റ്റർ ഫീസായി അടയ്ക്കണം. പിന്നെ മുകളിലേക്ക് പോകാം. മുകളിൽ നിരന്നു നിൽക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ തിരഞ്ഞെടുക്കാം. BMCയിൽ തന്നെയുള്ള ബാറിൽ നിന്ന് വേണമെങ്കിൽ കുടിക്കുകയുമാവാം. പക്ഷേ ഇന്ത്യൻ പട്ടാളത്തിൽ BMC വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ അത് അനുവദിച്ചു കിട്ടുമെന്ന് തോന്നുന്നില്ല. ഓരോ രാജ്യത്തിന് അതിൻ്റേതായ സംസ്കാരങ്ങളും ആചാരാനുഷ്ഠാനക്രമങ്ങളും ഉണ്ടല്ലോ. ബ്രോത്തൽ മിലിറ്ററി കൺട്രോൾ. കുൽക്കർണി തുടർന്നു. ഇന്ത്യൻ പട്ടാളത്തിൽ BMC ഉണ്ടാകുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല കാര്യങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പകർത്തുന്നതിൽ എന്താണ് അത്ഭുതം? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ സ്വാധീന വലയത്തിൽ നിന്നുകൊണ്ട് ജപ്പാനും ഫിലിപ്പൈൻസ് ദ്വീപുകളും എത്ര പുരോഗമിച്ചു. അമേരിക്കക്കാരുടെ എത്രയെത്ര ഗുണങ്ങൾ അവർ തങ്ങളുടെ ജീവിതത്തിൽ പകർത്തി. കുൽക്കർണി ഒരമേരിക്കൻ പക്ഷപാതിയാണെന്നും ഞാൻ അയാളുടെ സംസാരത്തിൽ നിന്ന് ഇതിനു മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അയാളുടെ സംസാരവും പെരുമാറ്റവും എല്ലാം ഒരു തനി അമേരിക്കൻ യുവാവിൻ്റേതുപോലെയാണ്. ചുരുക്കത്തിൽ ഈ മിടുക്കനായ മനുഷ്യന് കുൽക്കർണി എന്ന പേരൊഴിച്ച് ബാക്കിയെല്ലാം അമേരിക്കൻ മയമാണ്. മിസ്സിസ് കുൽക്കർണിക്ക് കലശലായ ഉറക്കം വരുന്നുണ്ട്. അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ അടയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഉറക്കദാഹം അവളുടെ മുഖത്തിന് ശോകാത്മകമായ ഒരു കവിതയുടെ പരിവേഷം അണിയിക്കുന്നത് പോലെ തോന്നി. വേണമെങ്കിൽ എൻ്റെ മടിയിൽ തലവെച്ചു കിടന്നോ? കുൽക്കർണി ഭാര്യയോട് പറഞ്ഞു. ഉറക്കപ്പിച്ചു കലർന്ന മുഖഭാവത്തോടെ മിസ്സിസ് കുൽക്കർണി മനോഹരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട. അവൾ സീറ്റിൽ ഒന്നുകൂടി ബലമായി ചാരി ഉറച്ചിരുന്നു. നേരം 4 മണിയാവുന്നു. മിസ്റ്റർ കുൽക്കർണിയുടെ സംസാരത്തിലുള്ള രസം കൊണ്ട് എനിക്ക് ഉറങ്ങേണ്ടെന്ന് തോന്നിയിരിക്കുകയാണ്. ഞാനൊരു ഉഷാറിനു വേണ്ടി മിസ്റ്റർ കുൽക്കർണിയുടെ പക്കൽ നിന്ന് ഒരു സിഗരറ്റ് കൂടി വാങ്ങി വലിച്ചു. ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയം മാറ്റിക്കൊണ്ട് കുൽക്കർണി തുടർന്നു. വാർദ്ധക്യകാലമാകുന്നതിന് മുമ്പ് തന്നെ ഈ ബിസിനസ് എല്ലാം വേണ്ടെന്ന് വയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റു വല്ലവരെയും ഏൽപ്പിക്കുകയോ ചെയ്തിട്ട് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും സ്ഥിരതാമസമാക്കണം. ഇന്ത്യയിലേക്ക് ഞാനില്ല. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ ഞാൻ നന്നേ ഇഷ്ടപ്പെടുന്നു. അവിടുത്തെ മഞ്ഞുമലകൾ, വനങ്ങൾ, കന്നുകാലികൾ, മേച്ചിൽ സ്ഥലങ്ങൾ, ജനങ്ങൾ, എന്തുമാത്രം മനോഹരമായൊരു സ്ഥലമാണത്. സ്കേറ്റിങ്ങിൽ ഞാൻ വിദഗ്ധനാണ്. കഴിഞ്ഞ കൊല്ലം ഗുൽമാർഗിലെ വിൻ്റർ വാർഫെയർ സ്കൂളിൽ ഞാനൊരു സ്കേറ്റിംഗ് ഡെമോൺസ്ട്രേഷൻ നടത്തുകയുണ്ടായി. അപ്പോൾ കുൽക്കർണി ഒരു സ്പോർട്സ്മാൻ കൂടിയാണ്. അത് അയാളെ കണ്ടാൽ തന്നെ മനസ്സിലാക്കുക. ഇത്രയും കാലം ഇന്ത്യയിലാണ് അയാൾ ജീവിച്ചിരുന്നതെങ്കിൽ അയാളുടെ ജീവിത വീക്ഷണം, ആശയാദർശങ്ങൾ, രുചിഭേദങ്ങൾ എന്നിവയെല്ലാം വേറൊരു വിധത്തിലാക്കുമായിരുന്നു എന്നതിന് സംശയമില്ല. മിസ്സിസ് കുൽക്കർണി സീറ്റിൽ ചാരിയിരുന്നു കൊണ്ട് ഉറങ്ങുകയാണ്. അവളുടെ മുഖം വാടാൻ തുടങ്ങുന്ന ഒരു പനിനീർപ്പൂ പോലെയാണെന്ന് തോന്നി. അവൾ കൂർക്കം വലിക്കുന്നുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഇല്ല, കൂർക്കം വലിക്കുന്നില്ല. എനിക്ക് സന്തോഷം തോന്നി. സുന്ദരിമാരായ പെണ്ണുങ്ങൾ കൂർക്കം വലിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കുട്ടികൾ രണ്ടും സുഖമായി ഉറങ്ങുക തന്നെയാണ്. കവിതയുടെ മുഖത്തിനു ചുറ്റും ഒരു ഈച്ച വട്ടമിട്ട് പാറിക്കളിക്കുന്നുണ്ട്. എത്ര നേരമായെന്നോ ഈച്ച ഇങ്ങനെ പാറിപ്പറന്ന് കളിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഈച്ചയെ കൈകൊണ്ട് ആട്ടി അകറ്റി.
അപ്പോൾ ഈച്ച കമ്പാർട്ട്മെൻറ്റിൻ്റെ ഒരറ്റത്ത് കിടക്കുന്ന ഒരു നനഞ്ഞ സിഗരറ്റ് കുറ്റിയിൽ വന്നിരിപ്പുറപ്പിച്ചു. പക്ഷേ അധിക നേരം ഇരുന്നില്ല. നനഞ്ഞ സിഗരറ്റ് കുറ്റിയുടെ മണം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാവാം അത് പുറത്തേക്ക് പറന്നുപോയി. മിസ്റ്റർ കുൽക്കർണി സംസാരം നിർത്തി. വാരികയുടെ പേജുകൾ മറിച്ചു നോക്കാൻ തുടങ്ങി. ഞാൻ സാവകാശത്തോടെ കുൽക്കർണിയെക്കുറിച്ച് ഓർത്തു. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ മനുഷ്യൻ ഒരു ഇന്ത്യക്കാരനാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ തന്നെ സാധിക്കുന്നില്ല. പക്ഷേ അയാൾ ഒരു ഇന്ത്യൻ സ്ത്രീ പ്രസവിച്ചതാണെന്നത് പരമാർത്ഥമാണ്. ഇയാളുടെ അച്ഛൻ്റെ ചായ അമേരിക്കൻ നെഗ്രോവിനെ പോലെ ആയിരിക്കുമോ? ആയിരിക്കാൻ സാധ്യതയില്ല. ഇയാളുടെ അമ്മ ഒരിക്കൽ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ എന്ന് സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ ചിന്തകൾ കുൽക്കർണിയുടെ മാതാപിതാക്കളുടെ ദാമ്പത്യ ബന്ധത്തിൽ ചെന്നു തങ്ങി നിൽക്കുന്നത് പോലെ തോന്നി. ദുരുദ്ദേശപരമായിട്ടല്ല, യുക്തിബോധത്തോടെ പല കാര്യങ്ങളും ഞാൻ ഊഹിച്ചെടുത്തു. അച്ഛൻ വിവാഹം കഴിഞ്ഞ ഉടൻ അമ്മയെ ഘാനയിലേക്ക് കൊണ്ടുപോയെന്ന് മിസ്റ്റർ കുൽക്കർണി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 10ാമത്തെ വർഷമാണ് ആ സ്ത്രീ ഗർഭിണിയായത്. 10 കൊല്ലക്കാലം മാതൃത്വത്തിനു വേണ്ടി ആ സ്ത്രീ ദാഹിച്ചിരിക്കും, മോഹിച്ചിരിക്കും. ഭർത്താവിന് സന്താനോൽപാദന ശേഷിയില്ല. പിന്നെ എങ്ങനെ ഗർഭം ധരിക്കാനാണ്? അപ്പോൾ വിവാഹ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യപ്രാപ്തിക്ക് വിഘാതം വന്നിരിക്കുകയാണ്. അമ്മയാകാൻ വേണ്ടി ദാഹിക്കുന്ന ആ സ്ത്രീ ആഫ്രിക്കക്കാരന് വഴങ്ങിയിരിക്കാം. ആഫ്രിക്കക്കാരൻ ഭർത്താവിൻ്റെ ഒരു മേലുദ്യോഗസ്ഥനോ കീഴുദ്യോഗസ്ഥനോ ആയിരുന്നിരിക്കാം. ഒരുപക്ഷെ അവരുടെ വീട്ടിലെ വെപ്പുകാരൻ തന്നെ ആയിക്കൂടുന്നില്ല. അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഉപബോധ മനസ്സിൽ കരുത്തനായ ഒരു ആഫ്രിക്കക്കാരൻ്റെ രൂപം ആഞ്ഞു തറഞ്ഞിരിക്കും. ഗർഭമൂറുന്ന നിമിഷത്തിലും അയാളുടെ മനസ്സിൽ കരുത്തനായ ഒരു ആഫ്രിക്കക്കാരൻ്റെ രൂപം ഉണ്ടായിരിക്കാം. അങ്ങനെ കുട്ടിക്ക് ആഫ്രിക്കക്കാരൻ്റെ ഛായ വന്നതായിരിക്കുമോ? ഇതുപോലെയുള്ള മാനസിക വ്യാപാരത്തെക്കുറിച്ച് ഫ്രോയിഡ് എന്താണ് പറഞ്ഞു വച്ചിരിക്കുന്നത്? അപ്പോൾ അമ്മയാകാനുള്ള ഒരാഗ്രഹത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീ ചെയ്ത തെറ്റിൻ്റെ ഫലമാവണം കുൽക്കർണി എന്ന മനുഷ്യൻ. ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഭർത്താവ് സന്തോഷിച്ചിരിക്കും. എന്നിട്ട് കുട്ടിയെ കണ്ടപ്പോൾ അയാൾക്ക് എന്താണ് തോന്നിയിരിക്കുക? ഭാര്യയെ സംശയിച്ചു കാണും. പക്ഷെ സംസ്കാര സമ്പന്നനായ അയാൾ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കിയിരിക്കില്ല. മറക്കാനും പൊറുക്കാനും സാധിക്കുകയെന്ന മനുഷ്യഗുണം അയാൾക്ക് തികച്ചും ഉണ്ടായിരിക്കും. ആ സ്ത്രീയുടെ കാര്യമോ? അപരാധബോധം മനസ്സിൽ കിടന്ന വീർപ്പ് മുട്ടിക്കൊന്നുണ്ടാകും. ഭർത്താവിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ മുഖം താഴുകയും കാലുകൾ ഇടറുകയും ചെയ്യുന്നുണ്ടാവില്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് 35 കൊല്ലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നതൊന്നും യാതൊരു വിധേനയുള്ള തെളിവുമില്ലാതെയാണ്. എല്ലാം എൻ്റെ സംശയങ്ങളാണ്. സംശയങ്ങളെ അരക്കിട്ട് ഉറപ്പിക്കാൻ ആവശ്യമായ ഒരു തെളിവും എൻ്റെ കൈവശമില്ല. ഞാൻ സംശയിക്കുന്ന പോലെ ഒരുപക്ഷെ ഒന്നും നടന്നിട്ട് തന്നെ ഉണ്ടായിരിക്കില്ല. ഇങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചുകൂടായിരുന്നു എന്ന് എനിക്ക് തോന്നി. മിസ്റ്റർ കുൽക്കർണി മൗനം ഭഞ്ജിച്ചുകൊണ്ട് പറഞ്ഞു. ഉറക്ക ഗുളികകൾ കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നവരുടെ സംഖ്യ പെരുകി വരികയാണ്. അങ്ങനെ സംസാരം ഉറക്ക ഗുളികകൾ, മർലിൻ മൺറോ, ഡിസ്നിലാൻഡ്, വാൾ സ്ട്രീറ്റിലെ മുതലാളിമാർ തുടങ്ങിയവരെ കുറിച്ചായി. വാൾ സ്ട്രീറ്റിലെ മുതലാളിമാരിൽ നിന്ന് അയാൾ കമ്മ്യൂണിസത്തിലേക്ക് വന്നു. കമ്മ്യൂണിസം കാലഹരണപ്പെട്ട ഒരു പഴഞ്ചൻ തത്വസംഹിതയാണെന്നാണ് കുൽക്കർണി പറഞ്ഞത്. വ്യക്തിസ്വാതന്ത്ര്യം അനുവദിക്കാത്ത ഒരു ഭരണകൂടത്തെ ഏതൊരു മനുഷ്യസ്നേഹിയാണ് ഇഷ്ടപ്പെടുകയെന്ന് അയാൾ എന്നോട് ചോദിച്ചു. ഇസത്തെക്കുറിച്ച് പട്ടാളക്കാരനായ എനിക്ക് ഒന്നും അറിഞ്ഞുകൂടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ലോകത്തിൽ കാണാത്ത സ്ഥലങ്ങൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ മാത്രമാണ്. അടുത്ത വർഷം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഒരു പര്യടനം നടത്തണമെന്ന് ഉദ്ദേശിച്ചിരിക്കുകയാണ്. അതിനുശേഷം കമ്മ്യൂണിസം ഒരു ബിസിനസ്സുകാരൻ്റെ ദൃഷ്ടിയിൽ എന്നൊരു ലേഖന പരമ്പര എഴുതി ലൈഫ് മാഗസിനിൽ പ്രസിദ്ധീകരിക്കണമെന്നുണ്ട്. ഞാൻ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ ഒരു ലേഖകനും കൂടിയാണല്ലേ? യെസ്, ഞാൻ ബിസിനസ് സംബന്ധമായ ലേഖനങ്ങൾ എഴുതാറുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ജേർണലിസ്റ്റ് ആകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ വിധി വൈപരീത്യം എന്ന് പറയട്ടെ, ഞാനൊരു ബിസിനസ്സുകാരനാവുകയാണ് ഉണ്ടായത്. ഒന്ന് നിർത്തിയ ശേഷം അയാൾ തുടർന്നു. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഭക്ഷണക്ഷാമം വമ്പിച്ച തോതിലുണ്ട്. പട്ടിണി മരണങ്ങൾ നടക്കുന്നുണ്ടെന്ന് പോലും ഞാൻ ബലമായി സംശയിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ കാർഷിക രംഗത്ത് ഒട്ടും പുരോഗതിയില്ല. റഷ്യ പോലും ഗോതമ്പിന് വേണ്ടി അമേരിക്കയെ ആശ്രയിച്ചിരിക്കുകയാണ്. റഷ്യ കമ്മ്യൂണിസത്തിൽ നിന്ന് സോഷ്യലിസത്തിലേക്കും അവിടെ നിന്ന് ഡെമോക്രസിയിലേക്കും തിരിച്ചു വരികയാണ്. ചൈനയിലെ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണ്. കമ്മ്യൂൺ സിസ്റ്റം തന്നെ എടുക്കുക. ഇത്രയും നോൺസെൻസായി മറ്റൊന്നുണ്ടോ? ചൈനയിലെ കമ്മ്യൂണുകളിൽ നിന്ന് ഒളിച്ചോടിപ്പോന്ന പലരെയും ഹോങ്കോങ്ങിൽ വെച്ച് കാണാനിടയായി. അങ്ങനെ പോയി അയാളുടെ സംസാരം.
നേരം സന്ധ്യയായി. കുൽക്കർണി എഴുന്നേറ്റ് ലൈറ്റിൻ്റെ സ്വിച്ചിട്ടു. കമ്പാർട്ട്മെൻറ്റിൽ വെളിച്ചം പരന്നു. വിഞ്ചസ്റ്റർ ടോർച്ച് എടുത്ത് പുറത്ത് ഇരുട്ടിലേക്കടിച്ചു. വിഞ്ചസ്റ്റർ ടോർച്ചിൻ്റെ പ്രകാശം ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് അങ്ങ് ദൂരത്തോളം പോയി. ഗോവയിൽ ചെന്നയുടൻ ഒരു വിഞ്ചസ്റ്റർ ടോർച്ച് വാങ്ങാൻ സാധിക്കുമോ എന്ന് നോക്കണം. രാത്രി ആയതോടെ സുഖകരമായ നേരിയ തണുപ്പ് അനുഭവപ്പെട്ടു. മിസ്സിസ് കുൽക്കർണിയും കുട്ടികളും ഉറക്കം മതിയാക്കി എഴുന്നേറ്റു. മിസ്സിസ് കുൽക്കർണി റോസ് നിറത്തിലുള്ള മുഴുക്കൈയുള്ള ഒരു സ്വെറ്റർ എടുത്തു ധരിച്ചു. അപ്പോൾ ഭാര്യയെ നോക്കി ചിരിച്ചുകൊണ്ട് കുൽക്കർണി പറഞ്ഞു, "ഓ ലവ്ലി." "റിയലി സർ?" "യെസ്." എനിക്ക് ആ ദമ്പതികളുടെ നിസ്സങ്കോചമായ പെരുമാറ്റത്തിൽ രസം തോന്നി. അവരുടെ പെരുമാറ്റവും പ്രവൃത്തികളും മറ്റുള്ളവരിൽ എന്തെന്തു പ്രതികരണങ്ങളാണ് ഉളവാക്കുന്നതെന്ന് ശുദ്ധഹൃദയരായ അവർ ഗൗനിക്കുന്നേയില്ല. ആ ദമ്പതികളുടെ വ്യക്തിത്വത്തിൻ്റെ ആകർഷണീയത അവരുടെ ഈ നിസ്സങ്കോച ഭാവമാണ്. കവിത അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ മടിയിൽ കയറിയിരുന്നു. അജിത്ത് അമ്മയുടെ മടിയിലും. കുൽക്കർണി വീണ്ടും ടിക്പിറ്റ് വാരിക വായിക്കാൻ തുടങ്ങി. എൻ്റെ കൈവിരലുകൾ ഞൊരടി പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ട് കവിത പറഞ്ഞു, "അങ്കിളിൻ്റെ വിരലുകൾക്ക് എന്ത് വലിപ്പമാണ്!" "ഡാഡിയുടെ വിരലുകൾ അങ്കിളിൻ്റെ വിരലുകളെക്കാളും വലുതാണ് അല്ലേ ഡാഡി?" "യെസ്." കുൽക്കർണി വാരികയിൽ നിന്ന് കണ്ണുകൾ എടുക്കാതെ പറഞ്ഞു. വണ്ടി ചെറിയൊരു സ്റ്റേഷനിൽ നിന്നപ്പോൾ കുൽക്കർണി ഡിന്നർ കഴിക്കാനുള്ള ഒരുക്കമായി. ഞാൻ വാച്ചിൽ നോക്കി. സമയം 9 2 മണിക്കാണ് ട്രെയിൻ ലോണ്ടയിലെത്തുക. എനിക്ക് അവിടെയാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ എനിക്കിനി 5 മണിക്കൂർ യാത്രയും കൂടിയേ ഉള്ളൂ. വിശപ്പില്ല, കുറച്ചു കിടക്കണം. ഞാൻ അപ്പർ ബർത്തിൽ കയറാൻ ഭാവിച്ചപ്പോൾ കുൽക്കർണി ചോദിച്ചു, "ഡിന്നർ?" "കഴിക്കുന്നില്ല, വയറ്റിൽ നല്ല സുഖമില്ല." ഞാൻ അപ്പർ ബർത്തിൽ ചാടിക്കയറി ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിച്ച് മലർന്നു കിടന്നു. എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ബൾബിനു ചുറ്റും ഒരു തരം ചെറുപ്രാണികൾ വട്ടമിട്ട് പാറി പറന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുലക്ഷ്മി ഇപ്പോൾ ഉറങ്ങിക്കാണോ? അവൾ മുമ്പിൽ വന്നു നിൽക്കുന്നത് പോലെ തോന്നി. കുഞ്ഞുലക്ഷ്മിയെ കുറച്ച് ഓർത്തു കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. ട്രെയിൻ ഒരു കുലുക്കത്തോടെ ഒരു സ്ഥലത്ത് വന്നു നിന്നപ്പോൾ ഞാൻ ഞെട്ടി ഉണർന്ന് വാച്ചിൽ നോക്കി. സമയം 1:30 കഴിഞ്ഞിരിക്കുന്നു. ഞാൻ താഴത്തേക്ക് ഇറങ്ങി. മിസ്റ്റർ കുൽക്കർണി എനിക്കെതിരെയുള്ള അപ്പർ ബർത്തിൽ കിടന്നുറങ്ങുന്നു. ലോവർ ബർത്തിൽ മിസ്സിസ് കുൽക്കർണി അജിത്തിനെ കെട്ടിപ്പിടിച്ചുറങ്ങുന്നു. കവിത ഞാൻ ഇരുന്ന ബർത്തിലാണ്. മിസ്സിസ് കുൽക്കർണി കൂർക്കം വലിക്കുന്നുണ്ടോ എന്ന് ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു. ഇല്ല, അവർ കൂർക്കം വലിച്ചിരുന്നെങ്കിൽ അതെൻ്റെ സൗന്ദര്യബോധത്തെ അസ്വസ്ഥപ്പെടുത്തുമായിരുന്നു. ഞാൻ കമ്പാർട്ട്മെൻറ്റിൻ്റെ വാതിൽ തുറന്ന് മുമ്പോട്ട് നോക്കി. അടുത്തു തന്നെ ഒരു സ്റ്റേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അടുത്ത് കാണുന്ന സ്റ്റേഷൻ ഏതാണ്? ട്രെയിനിൻ്റെ പുറത്തു നിൽക്കുന്ന കടല കച്ചവടക്കാരനോട് ചോദിച്ചു. "ലോണ്ട." "എന്ത്? ലോണ്ട ഇത്ര അടുത്തെത്തിയെന്നോ?" ഞാൻ ബെഡ് ഹോൾഡാൻ കെട്ടി താഴെ വെച്ചു. അതിൻ്റെ മീതെ തന്നെ എയർ ബാഗും. മിസ്റ്റർ കുൽക്കർണി ഉറക്കമുണർന്ന് ചോദിച്ചു, "എന്തു പറ്റി?" "ഞാൻ ഇറങ്ങുകയായി." "ഈസ് ഇറ്റ്?" കുൽക്കർണി അപ്പർ ബർത്തിൽ നിന്ന് ചാടി ഇറങ്ങി. ട്രെയിൻ മന്ദമന്ദം മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. വണ്ടി ലോണ്ട സ്റ്റേഷനിൽ വന്നു നിന്നു. ഞാൻ ഹോൾഡോളും എയർ ബാഗുമായി പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. മിസ്റ്റർ കുൽക്കർണി എനിക്ക് ഹസ്തദാനം തന്നുകൊണ്ട് പറഞ്ഞു, "വിഷ് യു ബെസ്റ്റ് ഓഫ് ലക്ക്." ഞാനും പ്രതിവചിച്ചു. ഞാൻ വെയിറ്റിംഗ് റൂമിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നപ്പോൾ മിസ്റ്റർ കുൽക്കർണി കൈകൾ വീശിക്കൊണ്ട് ഒരിക്കൽ കൂടി പറഞ്ഞു, "ഗുഡ് ബൈ, ഗുഡ് ബൈ."